വാട്ട്സ്ആപ്പ് ഫോക്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഈ SX4 ഡീസലിനെ കുറിച്ചാണ്. ഇത് എൻ്റെ SX4 അല്ല, ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. അവൻ സെക്കൻഡ്സ് എടുത്ത വണ്ടിയാണ്. വണ്ടി 1 lakh കിലോമീറ്റർ കഴിഞ്ഞ വണ്ടിയാണ്. അതുപോലെ 1 lakhൻ്റെ സർവീസും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും വണ്ടിക്ക് എൻജിൻ സൈഡിൽ നിന്ന് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ഓയിൽ ലെവൽ ഡ്രോപ്പ് ആവുന്നുണ്ട്. കൂടാതെ വലിയ രീതിയിലല്ലെങ്കിലും സ്മോക്ക് ഉണ്ട്. അതുപോലെ കോൾഡ് സ്റ്റാർട്ടിങ്ങിൽ എൻജിനിൽ നിന്നൊരു അബ്നോർമൽ നോയ്സ് ഉണ്ട്. ഈ ഒരു ഇഷ്യൂ 1 lakh കിലോമീറ്റർ കഴിയുമ്പോൾ SX4ന് കോമൺ ആയിട്ട് വരുന്നൊരു ഇഷ്യൂ ആണ്. ആക്ച്വലി SX4 എന്നല്ല, VGT വരുന്ന മൾട്ടിജെറ്റ് എഞ്ചിനുള്ള പല വണ്ടികളിലും ഈ ഒരു ഇഷ്യൂ കോമൺ ആണ്. മെയിനായും പിസ്റ്റൺ റിങ്സ് ഒക്കെ വീക്ക് ആകുമ്പോഴാണ് ഈ ഒരു ഇഷ്യൂ കാണിക്കുന്നത്. കൂടാതെ ഈ ഒരു വണ്ടിയുടെ ക്ലച്ച് ചെക്ക് ചെയ്യണം, EGRൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കണം, ഒരു ഗ്ലോ പ്ലഗ് കംപ്ലൈൻ്റ് ആയിട്ട് സ്റ്റക്കായിട്ട് റിപ്പുണ്ട്, അത് റീപ്ലേസ് ചെയ്യണം. മൊത്തത്തിൽ അടുത്ത ഒരു 1.5 ലക്ഷം കിലോമീറ്റർ ഒരു ടെൻഷനുമില്ലാതെ ഓടിക്കാവുന്ന രീതിയിൽ എഞ്ചിൻ്റെ A to Z ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്യണം. അപ്പോൾ നമുക്കിനി സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം നമുക്ക് ഈ എൻജിൻ വണ്ടിയിൽ നിന്ന് ഇറക്കണം. എൻജിൻ ഇറക്കാനായിട്ട് നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിലുള്ള ബമ്പർ, റേഡിയേറ്റർ, കണ്ടൻസർ, ക്രോസ് ബമ്പർ എല്ലാം റിമൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. എൻജിൻ ഇറക്കുന്നതിന് മുമ്പായി നമുക്ക് എൻജിൻ സൈഡിലുള്ള ഫ്ലൂയിഡുകൾ, അതായത് ഗിയർ ഓയിൽ, കൂളൻ്റ്, എൻജിൻ ഓയിൽ ഇതെല്ലാം ഡ്രെയിൻ ചെയ്ത് മാറ്റണം. ഫ്ലൂയിഡുകളെല്ലാം ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിമൂവ് ചെയ്യാനുള്ളത് എൻജിനിലേക്കുള്ള വയറിംഗ് ഹാർനസുകൾ, ഹോസുകൾ, മൗണ്ടുകളൊക്കെയാണ്. പക്ഷേ അത് കംപ്ലീറ്റ് കാണിക്കാൻ നിന്നാൽ ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആവും. അതുകൊണ്ട് ഞാൻ അതെല്ലാം വേഗം തീർത്തിട്ട് എൻജിൻ ഇറക്കി വെച്ചിട്ട് വരാം. അപ്പോൾ ദേ ഈ കാണുന്നതാണ് നമ്മുടെ എൻജിൻ. ഫിയറ്റിൻ്റെ 1.3 മൾട്ടിജെറ്റ് എൻജിൻ. അതിൻ്റെ 90 HP വേരിയൻ്റാണ് ഈ ഇരിക്കുന്നത്. നമുക്ക് ഈ എൻജിൻ കംപ്ലീറ്റ് ആയിട്ട് ഡിസസംബിൾ ചെയ്യണം. അപ്പോൾ സമയം കളയാതെ നമുക്കിതിൻ്റെ വർക്കിലോട്ട് കിടക്കാം. ഈ കാണുന്നത് ഇതിൻ്റെ വാട്ടർ പമ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇത് 1 lakhൻ്റെ മേജർ സർവീസ് കഴിഞ്ഞ വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാട്ടർ പമ്പും ടൈമിംഗ് ചെയിനും എല്ലാം പുതിയതാണ് കിടക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഓൾട്ടർനേറ്റർ. ഓൾട്ടർനേറ്ററും പുള്ളിയും എല്ലാം നല്ല കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ AC കംപ്രസറാണിത്. ഈ കംപ്രസർ കുറച്ച് വീക്കാണ്. ഇതിൻ്റെ പമ്പിംഗ് ഒന്നും പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. അപ്പോൾ എന്താ ഇതിൻ്റെ ഇഷ്യൂ എന്നുള്ളത് നോക്കണം. ഇത് പ്രോപ്പറായിട്ട് കൂളൻ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടന്നൊരു വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സിലിണ്ടർ ബ്ലോക്കും കൂളൻ്റ് പാസ് ചെയ്യുന്ന ലൈൻസും എല്ലാം ഇപ്പോഴും ഒരു ബ്രാൻഡ് ന്യൂ കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇളക്കാനുള്ളത് ഇഞ്ചക്ടേഴ്സാണ്. ഈ ഇഞ്ചക്ടേഴ്സ് ഇളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് ഇഞ്ചക്ടർ ഏത് സിലിണ്ടറിൽ നിന്നാണ് ഇളക്കിയതെന്നുള്ളത് കൃത്യമായി മാർക്ക് ചെയ്ത് വെക്കണം. ഇത് തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ആ ഓർഡറിൽ തന്നെ വേണം ഇൻസ്റ്റാൾ ചെയ്യാൻ. ഇഞ്ചക്ടേഴ്സ് എല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായി അഴിക്കാനുള്ളത് ഈ ടൈമിംഗ് കവറാണ്. ടൈമിംഗ് കവർ അഴിക്കാനായിട്ട് നമുക്ക് ഈ ക്രാങ്ക് പുള്ളിയും ടൈമിംഗ് കവറിൻ്റെ ബോൾട്ടുകളും ഓയിൽ പാനും റിമൂവ് ചെയ്യണം. ടൈമിംഗ് കവർ അയച്ചു കഴിഞ്ഞാൽ നമുക്കിനി ടൈമിംഗ് ചെയിനും അതിൻ്റെ ഗൈഡും എല്ലാം റിമൂവ് ചെയ്യാം. അത് കഴിഞ്ഞാൽ എഞ്ചിൻ്റെ ബാക്കിലായിട്ട് വരുന്ന ഓയിൽ സെപ്പറേറ്റർ, EGR, ഇൻടേക്ക് മാനിഫോൾഡ് എല്ലാം റിമൂവ് ചെയ്യാം. ഇൻടേക്ക് മാനിഫോൾഡും EGRും എല്ലാം അത്യാവശ്യം ക്ലീനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ സ്റ്റാർട്ടർ അസംബ്ലി. ഈ സ്റ്റാർട്ടർ വീക്കാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് റീബിൽഡ് ചെയ്യണം. ഈ സ്റ്റാർട്ടർ എങ്ങനെയാണ് റീബിൽഡ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണണമെന്നുള്ളവർക്ക് ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് അഴിക്കാനുള്ളത് ഈ വാക്യൂം പമ്പും ഹൈ പ്രഷർ പമ്പുമാണ്. ബീറ്റ് ഡീസൽ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കറിയാം, അവരുടെ ഒരു സ്ഥിരം തലവേദനയായിരുന്നു ഈ ഒരു ഹൈ പ്രഷർ പമ്പ്. ഇത് രണ്ടും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി അഴിക്കാനുള്ളത് വാൽവ് കവറാണ്. ഈ വാൽവ് കവറിൽ തന്നെയാണ് ഇതിൻ്റെ ക്യാം ഷാഫ്റ്റും വരുന്നത്. വാൽവ് കവർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഇതിൻ്റെ ഹെഡ് റിമൂവ് ചെയ്യാം.
അങ്ങനെ ഫൈനലി നമ്മളിതാ നമ്മുടെ പിസ്റ്റൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. ഈ എഞ്ചിൻ്റെ മെയിൻ ഇഷ്യൂ ഇരിക്കുന്നത് ഇവിടെയാണ്. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. പിസ്റ്റൺ ഷേക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളൊരു സൗണ്ട് കേട്ടായിരുന്നു. പിസ്റ്റൺ റിങ്സിനൊക്കെ ഓവറായിട്ട് തേയ്മാനം വരുമ്പോഴാണ് ഇങ്ങനെ സൗണ്ട് വരുന്നത്. ഈ ഇഷ്യൂ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണെങ്കിൽ റിങ്സ് മാത്രം മാറ്റി നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റും. ഒരുപാട് നാൾ ഇതും വെച്ച് ഓടിയാൽ പിസ്റ്റണും സ്ലീവും എല്ലാം ഡാമേജ് ആയി ലാസ്റ്റ് അത് സെറ്റോടെ റീപ്ലേസ് ചെയ്യേണ്ടി വരും. നമ്മുടെ കേസിൽ നമ്മുടെ ഫസ്റ്റ് സിലിണ്ടറിൻ്റെയും തേർഡ് സിലിണ്ടറിൻ്റെയും റിങ്സ് വീക്കാണ്. സെക്കൻഡും ഫോർത്തും വലിയ കുഴപ്പമില്ല. ഇനി നമുക്ക് ക്ലച്ച് ഒന്ന് ചെക്ക് ചെയ്യണം. കാരണം ക്ലച്ച് മേജർ സർവീസിൽ റീപ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിലും ക്ലച്ച് പെഡലിൻ്റെ എൻഡിലിരിക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അതെന്താണ് ഇഷ്യൂ എന്ന് നോക്കണം. അപ്പോൾ ദേ ഈ കാണുന്നതാണ് നമ്മുടെ ക്ലച്ച് സെറ്റ്. ഇത് അഴിച്ചിട്ട് ഇതിൻ്റെ കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ക്ലച്ച് അത്യാവശ്യം നല്ല കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. വണ്ടി കുറച്ച് നാൾ എടുക്കാതെ വെച്ചിരുന്നതിൻ്റെ തുരുമ്പ് മാത്രമേ ഇത് കാണാനുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത് ക്ലച്ച് സെറ്റിൻ്റെ അല്ല, റിലീസ് ബെയറിങ്ങിൻ്റെയാണ്. ഇതൊരു ലോക്കൽ ബ്രാൻഡിൻ്റെ റിലീസ് ബെയറിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഇഷ്യൂസൊക്കെ കൊണ്ടാണ് ക്ലച്ച് പ്രോപ്പറായിട്ട് വർക്കാവാത്തത്. നമുക്കിത് എന്തായാലും റീപ്ലേസ് ചെയ്യണം. ഞാൻ പ്രതീക്ഷിക്കാത്തൊരു പണി എനിക്കിൻ്റെ അകത്ത് കിട്ടി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വാൽവ് ലീക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹെഡിൻ്റെ വർക്കും നമുക്ക് ചെയ്യണം. കൂടാതെ ഇതിൻ്റെ ഗ്ലോ പ്ലഗ് ഒരെണ്ണം ഇളകി വന്നെങ്കിലും അതിൻ്റെ പകുതി ഒടിഞ്ഞ് ഹെഡിനുള്ളിലിരിക്കുകയാണ്. ബാക്കി 3 എണ്ണമാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതും നമുക്ക് ലേത്തിൽ കൊടുത്ത് ഇളക്കിയെടുക്കണം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ കംപ്ലീറ്റ് അസംബ്ലിംഗ് ഒക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. നിങ്ങൾക്ക് ഇത്തരം കണ്ടന്റുകൾ ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് കൺസിഡർ ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.